അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, രണ്ടാമത്തെ ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റിട്ടേണിംഗ് ടു ദ ഖുർആൻ വിത്ത് ദ ഹാർട്ട് എന്ന സെഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഖുർആനും ഹൃദയവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സെഷനാണ്. നമ്മൾ ഖുർആനിലേക്ക് തിരിച്ചു പോവാം നമ്മളെ ഹൃദയവുമായിട്ട്, ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും കൂടി റിവൈൻഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിയതിൽ തന്നെ നിങ്ങൾ ഒരുപാട് വിജയിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളെ ആത്മാവിനെ അല്ലെങ്കിൽ നിങ്ങളെ നെഫ്സിനെ വിളിച്ച സമയത്ത് നിങ്ങൾ പ്രതികരിച്ചു. അതിന്റെ ആ പ്രതികരണത്തിന്റെ മറുപടിയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഈ ഒരു വീഡിയോ കാണാൻ കാരണം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളെ ഹൃദയത്തോടൊന്ന് ചോദിക്കാം, ഇന്ന് എനിക്ക് എന്താണ് തോന്നുന്നത്? എന്റെ ഹൃദയത്തില് ശാന്തമാണോ? എന്റെ ഹൃദയം ഭാരമുള്ളതാണോ? എന്റെ ഹൃദയത്തിൽ മൊത്തം ആശയക്കുഴപ്പമാണോ? എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. എന്തായാലും ഈ നൂർ സർക്കിൾ ഖുർആന് ഇവിടെ സേഫ് ആണ്. ഇത് നിങ്ങൾക്കൊരു സേഫ് ആയിട്ടുള്ള സ്പേസ് ആണ്, സ്ഥലാണ്. അള്ളാഹുമ്മ അൻസിൽ അലൈനാ സുക്കൂനക വഅശ്റഹ് സുദൂറനാ ബിൽ ഖുർആൻ. ആമീൻ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഖുർആനിനെ ഞങ്ങളെ ഹൃദയത്തിന്റെ വെളിച്ചമാക്കണേ, ഞങ്ങളെ ഹൃദയത്തിന്റെ പ്രകാശമാക്കണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ഓർക്കുന്നുണ്ടോ? നൂർ സർക്കിൾ ഖുർആൻ എന്ന് പറഞ്ഞത് ഒരു ക്ലാസ് അല്ല, മറിച്ച് ഒരു തിരിച്ചുവരവാണ്. ഒരു പെർഫെക്റ്റ് മുസ്ലിമെ ആവാൻ വേണ്ടിയിട്ടുള്ള തിരിച്ചുവരവല്ല, ഒരു വളരുന്ന പ്രോഗ്രസീവ് ആയിട്ടുള്ള മുസ്ലിമെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരിച്ചുവരവ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു കണക്ഷൻ കൊടുക്കാനുള്ള, അല്ലെങ്കിൽ അള്ളാഹുവായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് ശ്രമിക്കുന്ന ഒരിടം. അതുപോലെ ഖുർആനിന്റെ കൂട്ടുകാർ തമ്മിൽ ഒത്തുകൂടാനുള്ള ഒരിടം. നമുക്കറിയാം, ഖുർആനിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ വെളിച്ചം വിതറുന്നവരാണ് അല്ലെ. അതാണ് നൂർ സർക്കിൾ ഖുർആൻ. ഇവിടെ ഈ സർക്കിളിൽ മുഴുവനും വെളിച്ചം വിതറുന്ന നമ്മുടെ കൂട്ടുകാരോടൊപ്പം നമ്മൾ ചെലവഴിക്കുന്ന ഒരിടമായിട്ട് നമുക്ക് നൂർ സർക്കിൾ ഖുർആനിനെ കാണണം, ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവാം, എനിക്ക് എങ്ങനെയാണ് ഇത്രയും സമാധാനം കിട്ടിയത്, അല്ലെങ്കിൽ ഇത്രയും സമാധാനം കിട്ടിയിട്ട് എത്ര നാളായി, എനിക്ക് വീണ്ടും ഖുർആനിനോട് അടുത്ത് പോകാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്കുള്ള ഉത്തരം അതേ എന്നാണ്, നിങ്ങൾക്ക് പറ്റും. അതിനാണ് ഈ ഒരു യാത്ര. ഇപ്പൊ ഒരു സത്യസന്ധമായിട്ടുള്ള ചോദ്യം ചോദിക്കട്ടെ, ഖുർആന് നമുക്ക് എന്താണ്? ഓതേണ്ട പുസ്തകമാണോ? നിയമങ്ങളുടെയും ഭയത്തിന്റെയും ഗ്രന്ഥാണോ? അതോ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്ന മാർഗമാണോ? നിലവില് നമുക്കതൊരു കിതാബായിരിക്കും അല്ലെ. അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ പകുതി മുക്കാലും നമുക്ക് മനസ്സിലാവുന്നില്ല, കാരണം നമുക്ക് അറബി അറിയാത്തതുകൊണ്ട് അല്ലെ. അറബി അറിഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് അള്ളാഹു പ്രതിഫലം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. പല സ്ത്രീകളും പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് ഖുർആൻ ഓതാൻ അറിയാം, പക്ഷെ എനിക്കത് കണക്ട് ആവുന്നില്ല. അത് നമ്മുടെ തെറ്റല്ല, അത് നമ്മൾ പഠിപ്പിക്കപ്പെട്ട രീതിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ അറബി മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അറബീന്റെ മായന പഠിച്ചിട്ടില്ല, നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നു മുതലുള്ള നമ്മളെ നീയത്ത് ഖുർആന് എനിക്കുള്ള ഉപദേശവും എന്റെ ആശ്വാസവും എന്റെ ഹൃദയത്തിനുള്ള മരുന്നൊക്കെ ആയിട്ട് ഞാൻ മാറ്റാൻ പോവാണ്, ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം ഇത്രയും കട്ടി തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഹൃദയം ഭാരം തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് പണ്ട് കാലത്ത് എപ്പോഴൊക്കെയോ നമ്മൾ അനുഭവിച്ച ട്രോമകള്, വേദനകള്, വിഷമങ്ങള്, പ്രയാസങ്ങള്, നിരാശകള്, നമ്മള് ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാത്ത ദുആകള്, സ്വന്തമായിട്ടുള്ള കുറ്റപ്പെടുത്തല്, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തല്, മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ ചെയ്യല്, താരതമ്യപ്പെടുത്തല്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളെ ഹൃദയം കനം കൂടാൻ വേണ്ടിയിട്ട്. ഈ ഭാരം കൊണ്ടാണ് നമ്മൾ ഖുർആൻ തുറക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് അകലെ പോകുന്നത്, നമ്മുടെ ഹൃദയം
തുറക്കാൻ കഴിയുന്നില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭാരങ്ങൾ നമ്മൾ നിറച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ആ ഭാരങ്ങൾ മുഴുവനും ഒഴിവാക്കണം. ആദ്യം നമ്മളെ ഹൃദയം ക്ലീൻ ആക്കണം. അള്ളാഹു ഖുർആൻ അയച്ചത് നമ്മളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നമ്മളെ തകർക്കാനോ ഒന്നുമല്ല, നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ ജന്നത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ജന്നത്തിലെ ഓരോ ഖുർആൻ ഓതുന്നതിനനുസരിച്ച് നമ്മളോട് പറയും, നീ കയറി പോവുക എന്ന് പറയാം. ജന്നത്തിന്റെ സ്വർഗത്തിന്റെ മുകളിലെ തട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയണം ഇൻഷാ അള്ളാ ഈ ഒരു ക്ലാസ്സുകളെ കൊണ്ട്. ഇപ്പൊ ഒരു മിനിറ്റ് കണ്ണടച്ചുകൊണ്ട് ഒന്ന് പറയാം. അള്ളാഹുവേ, എന്റെ ഹൃദയം നിനക്കായി തുറക്കുന്നു. അള്ളാഹുവേ, ഞാൻ എന്റെ ഹൃദയത്തിലെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒഴിവാക്കിക്കൊണ്ട് എന്റെ ഹൃദയത്തെ ക്ലീൻ ആക്കിക്കൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് എന്റെ ഹൃദയം തുറക്കുകയാണ് ഞാന്. നമ്മള് ഒരു നല്ല മുസ്ലിം ആകുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല. ചെറിയ ചെറിയ തീരുമാനം എടുത്തിട്ട്, ആറ്റോമിക് ഹാബിറ്റ് എന്ന് പറയും, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ, ആ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കയറി 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 നമുക്ക് വലിയ കൊടുമുടി താണ്ടാൻ കഴിയും അല്ലെ. അതുപോലെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ നമുക്ക് മുത്മയിന്നയിലേക്ക്, നഫ്സുൽ മുത്മയിന്നയിലേക്ക് എത്താൻ കഴിയും ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്ക് ഒരു സമാധാനം അടഞ്ഞ ആത്മാവായിട്ട് ആര് എന്തൊക്കെ പ്രശ്നം പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മളെ ഹൃദയത്തിൽ തട്ടാതെ, നമ്മളെ നഫ്സിനെ ബുദ്ധിമുട്ടിക്കാത്ത പ്രശ്നങ്ങളായിട്ട് അത് മാറണം. നമ്മളെ ഉള്ളിലേക്ക് കയറരുത് ഒരു പ്രശ്നങ്ങളും. കാരണം നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ അള്ളാന്റെ അടുത്താണ് കൊടുക്കുന്നത്, അള്ളാന്റെ കൈ കൊടുക്കാണ്. തവക്കൽത്തു അലല്ലാഹ്. അള്ളാഹ്ക്ക് തവക്കൽ ചെയ്യാം. ഒന്നും എന്നെ കൊണ്ട് കഴിയൂല, ഞാനത് എന്റെ തലയിൽ കയറ്റിയത് കൊണ്ട് എനിക്ക് അതിൽ ഒന്നും ചെയ്യാനില്ല. മുഴുവനും ചെയ്തു തരുന്ന എന്റെ തലച്ചോറ് പോലും വർക്ക് ചെയ്യുന്നത് അള്ളാന്റെ അനുഗ്രഹം കൊണ്ടാണ്, അള്ളാന്റെ ഞാമത്ത് കൊണ്ടാണ്. പിന്നെ ഞാൻ ആ തലച്ചോറ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. നമ്മൾ വെറും ഒരു മെഷീൻ മാത്രമാണ്. അള്ളാഹു നല്ല രീതിയിൽ വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മെഷീനുകളാണ് സത്യത്തിൽ നമ്മളെ ഓരോരുത്തരുടെയും ശരീരത്തിനുള്ളിൽ ഒരു ഫാക്ടറി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളെ ഈ ഒരു തലച്ചോറിന്റെ ഈ ഒരു വർക്ക് മാത്രം ചെയ്യുന്ന, അത് തന്നെ നമ്മളെ തലച്ചോറിന്റെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് അല്ലെ ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് വേണമെന്നാ പറയുന്നത്. അത്രയും കപ്പാസിറ്റി നമ്മളെ തലച്ചോറിന്. ആ വർക്ക് മാത്രം ചെയ്യാൻ ഒരു കമ്പ്യൂട്ടർ എത്ര വലുപ്പമുണ്ട്? അതുപോലെ നമ്മളെ ശരീരത്തിൽ ഒരു ഹൃദയം നിലച്ചു പോയാൽ അത് വർക്ക് ചെയ്യിക്കാൻ എത്ര വലിയ മെഷീനാണ് വേണ്ടത്? നമ്മളെ കിഡ്നി, ഏറ്റവും ചെറിയ കിഡ്നി ഒന്ന് നിലച്ചു പോയാൽ ആ വർക്ക് ചെയ്യിക്കാൻ എത്ര വലിയ മെഷീനാണ് നമുക്ക് ആവശ്യം വരുന്നത്? സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് നമ്മളെ, അതുപോലെ തന്നെ നമുക്ക് ഓക്സിജൻ അല്ലെ, ശ്വാസം മുട്ടൽ വന്നാല് എത്ര വലിയ കുറ്റിയാണ്, എത്ര വലിയ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയും അള്ളാഹു നമ്മളെ ഉള്ളിൽ ഇൻചാർജ് ആയിട്ട് നമ്മളെ ശരീരം വളരുന്നതിനനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ വളർത്തിക്കൊണ്ട് ഒരു വലിയൊരു ഫാക്ടറി തന്നെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഓരോ കോശത്തിൽ പോലും നമുക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. ഓരോ അരിമണി തൂക്കത്തിൽ പോലും ഒരുപാട് കാര്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മളെ കണ്ണിന്റെ കാഴ്ച, കൃഷ്ണമണി പോലും എത്ര അത്ഭുതകരമാണ് അല്ലേ. അങ്ങനെ അള്ളാഹു തന്ന നിയമത്ത് കൊണ്ട് ജീവിക്കുന്ന നമുക്ക്, അല്ലെങ്കിൽ അള്ളാഹു തന്ന ആ കരണ്ട് കൊണ്ട് ജീവിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാനാ കഴിയാ? നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അത് അവനെ ഏൽപ്പിക്കല്ലാതെ ഈ മെഷീനിന് സ്വയം ചെയ്യാൻ ഒന്നും കഴിയൂല. അല്ലെങ്കിൽ ഈ ഫാക്ടറിക്ക് സ്വയം എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയില്ല. ഇത് പ്രവർത്തിക്കുന്നവനെ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നവനക്കേ കഴിയുള്ളൂ അത് നന്നാക്കാനും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനൊക്കെ. ശരിയല്ലേ? അപ്പം ഇൻഷാ അല്ലാ ഇന്നു മുതൽ നമ്മള് ഒരു 5 മിനിറ്റ് ഖുർആന് അർത്ഥസഹിതം ഓർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇൻഷാ അല്ലാ. അതുപോലെ നിസ്കാരം ഒരു ഡ്യൂട്ടി ആയിട്ടല്ല, അള്ളാഹുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിട്ട്, ഒരു കണക്ഷൻ ആക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കാം. നമ്മളെ സ്വയം കുറ്റപ്പെടുത്തൽ ഒഴിവാക്കാം. കാരണം അള്ളാഹു സൃഷ്ടിച്ച ഈ ഒരു ശരീരത്തിനെയും അള്ളാഹു സൃഷ്ടിച്ച ഈ ഒരു മനസ്സിനെയും കുറ്റപ്പെടുത്താൻ നമ്മളെ ആയിട്ടില്ല. സൃഷ്ടാവ് അത്രയും ഉന്നതനാവുമ്പം ആ ഉന്നതനായ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിയെ കുറ്റപ്പെടുത്താൻ ഒന്നിനും കഴിയാത്ത നമുക്ക് എന്താ അവകാശം?
അല്ലെ? നമ്മൾ പലപ്പോഴും പറയുന്നതാണ് എന്നെ കൊണ്ട് കഴിയുന്നില്ല, എനിക്ക് പഠിക്കാൻ നേരമില്ല, അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്നില്ല, ഞാൻ എത്ര വായിച്ചാലും. അത് നമ്മുടെ ഉള്ളിൽ ഫിക്സ് ചെയ്തു പോയ ഒരു കാര്യം നമ്മൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ഇതിനെ കൊണ്ട് കഴിയും, കുറച്ചാണെങ്കിലും എനിക്ക് പഠിക്കാൻ കഴിയും. ഒരു ദിവസം 2 വാക്ക് പഠിച്ചാലും 10 ദിവസമായി 20 വാക്കായി. അങ്ങനെ അങ്ങനെ പിന്നീട് അത് സ്പീഡ് കൂടും. 20-40 ആവും, 60 ആവും, 100 ആവും. ഈ രീതിയിലാണ് പഠനം മുന്നോട്ട് പോവുക. അതിന് പകരം എനിക്ക് കഴിയൂല ഈ രീതിയിൽ നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടുണ്ട്. ഓൽക്കൊക്കെ ഭയങ്കര കഴിവുണ്ട്, എനിക്ക് ഒന്നിനുമില്ല. പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു കാര്യവും സ്കിൽ എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നതല്ല. എത്രയൊക്കെ അവനക്ക് സ്കില്ലുണ്ട് പറഞ്ഞാലും അത് ആ കുട്ടിയോ അല്ലെങ്കിൽ ആരായാലും അവൻ പരിശീലിച്ചുകൊണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് ആർക്കും നേടിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ തന്നെ നമ്മളെ ഒരിക്കലും മറ്റൊരാളോട് കുറ്റപ്പെടുത്താൻ പാടില്ല. നമ്മളെ അവസ്ഥകളോ അല്ലെങ്കിൽ നമ്മളെ പ്രശ്നങ്ങളോ ഒന്നും അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാൾക്ക് അത് പരിഹരിച്ചു തരാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ അവരോട് പറയാതിരിക്കുക. കാരണം അത് അവരിപ്പോ കേട്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് എതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമായിട്ട് മാറാതിരിക്കട്ടെ. അപ്പം ആദ്യമേ നമ്മൾക്ക് ഏറ്റവും വിശ്വസ്തനായ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനോട് സത്യസന്ധമായിട്ട് സംസാരിക്കാൻ തുടങ്ങുക. നമ്മൾ സത്യസന്ധമായി അള്ളാഹുവിനെ കൂട്ടുപിടിക്കുക. എന്റെ ഏറ്റവും വലിയ ഫ്രണ്ടിനേക്കാളും ഏറ്റവും അടുത്തത് അള്ളാഹു ആണ്. അപ്പൊ അള്ളാഹുവിനോടാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് എന്റെ ഹൃദയം വരെ അറിയാം. പിന്നെ ആ അള്ളാഹിനോട് സംസാരിക്കുന്നതിന് എനിക്ക് എന്താ മടി? കാരണം അള്ളാഹുവിനെ അറിയുന്നതന്നെയാണ്, ഓൾറെഡി അറിയുന്നതാണ്. വീണ്ടും ഒന്നും കൂടി പറയുന്നതേ ഉള്ളൂ, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ അല്ലെ? ഇത്രയും മതി, ഓവർലോഡ് ഒന്നും വേണ്ട. ഇൻഷാ അള്ളാഹ് നമ്മളെ ചെറിയ ചെറിയ സ്റ്റെപ്പ് സ്ഥിരമായിട്ട് വെക്കുകയാണെന്ന് വെച്ചാല് അത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ നമുക്ക് കൊണ്ടുവരും, വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും ഇൻഷാ അള്ളാഹ്. അള്ളാഹുമ്മ ഇജ്അലിൽ ഖുർആന റബിയ ഖുലൂബിന വനൂറ സുദൂരിന. യാ അള്ളാഹ്, ഞങ്ങളുടെ ഞങ്ങളെ ഖുർആനിൽ ശാന്തരാക്കണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഡേ 3 അടുത്ത ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നിസ്കാരം എം ടി ആയിട്ടുള്ളത്, നിസ്കാരം അള്ളാഹുമായിട്ട് കണക്ഷൻ കിട്ടാത്തത് എന്തുകൊണ്ടാണ്, അതേപോലെ ഖുശൂ കിട്ടാത്തത് എന്തുകൊണ്ടാണ്, ഖുശൂ കിട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകളുടെ ഹൃദയവും ഇവാദത്തും ബാലൻസ് ആയി പോകാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിലുള്ളത് ഇൻഷാ അള്ളാഹ്. മറ്റൊരു കാര്യം, ഉം, ഞങ്ങൾ നടത്തുന്ന ഇസ്ലാമിക് കോഴ്സിലേക്ക് സ്ത്രീകൾക്ക് മാത്രമായിട്ട് പ്രവേശനം ഉണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവര് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ജോയിൻ ചെയ്യാം. ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. അതിൽ ഉൾപ്പെടുന്നത് എങ്ങനെ നല്ല മുസ്ലിമയാവാം, അതുപോലെ ഖുർആൻ ഹിഫ്ള്, തജ്വീദ്, തഫ്സീർ, തർജമ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ പ്രായപരിധി ഇല്ല. അതുപോലെ തന്നെ മുഴുവനും കാണാതെ പഠിക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും ഈ കോഴ്സിൽ ചേരാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്വർഗത്തിലേക്കുള്ള കൂട്ടുകാരെ കിട്ടാനും ഈ ഒരു കോഴ്സ് കാരണമാവും ഇൻഷാ അള്ളാഹ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ ഏറ്റവും ഉത്തമരായവര് ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണെന്ന്. അപ്പം അതിലേതിലെങ്കിലും ഒന്നിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും അവസരം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.